നമ്മൾ വിചാരിക്കും പോലെയൊന്നും അല്ലല്ലോ കാര്യങ്ങൾ, അതാണ്. അവിടെ തേങ്ങ തെങ്ങുണ്ട്, ഷെയർ ചെയ്യും. അതൊന്നും പോരാ, കുക്കണ്ണക്കുടി എന്ന് പറയുന്നത് പുരയിടമാണ്. അവിടെ കുറേ സ്ഥലമുണ്ട്. അവന് കുറച്ചേ ഉള്ളൂ, കുറേ കൂടുതലുണ്ട്. അതിനൊക്കെ കുറേശ്ശെ ഓരോ തവണയും മരിച്ചിനെ എടുക്കുമ്പോൾ 1 2 വരി പിടിച്ച് അതിൽ ചേർക്കും. തെങ്ങും തൈ ഈ അതിൽ ചേർത്തതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് കുറേ തെങ്ങും തൈ കൊണ്ടുവന്ന് നട്ട് കുറേ ചാണകമൊക്കെ വാരിക്കൊണ്ട് വെട്ടി അടുത്ത തവണ വെട്ടുന്നതിന് ആ തെങ്ങും തൈ ഒരു 2 അടി അങ്ങ് പോകും. നല്ല ഉരം ചാണകമുണ്ട് അവിടെ. അങ്ങനെ വലിയൊരു അങ്ങനെ പിടിച്ചാലും വഴക്ക് പറയും കൊടുക്കാൻ മറ്റുള്ളവർ പറയും അവൻ വേറെ ആരുടെയും വയലിൽ നിന്ന് എടുക്കാൻ പോയില്ല മടിക്കാനൊന്നും. ചേട്ടൻ്റെ വയലിൽ എടുത്തേ എന്നാൽ ഇപ്പം പട്ടിണി കിടക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല, അതുകൊണ്ട് യാതൊരു തെറ്റുമില്ല. പിന്നെ മോഹനെ അവിടെ നിന്നുകൊണ്ട് ഒഴിഞ്ഞ് നിന്നിട്ട് കുറേ കഴിഞ്ഞ് വരും. അല്ല വരും. അച്ഛൻ ഈ ആവശ്യമില്ലാത്ത വൃത്തികേടൊക്കെ കാണിക്കുന്നത്, നമുക്കുള്ളതൊക്കെ പോരെ. വലിയച്ഛൻ വിളിച്ചെന്ന് ആദ്യം വേണമെങ്കിൽ 10 തേങ്ങയായിട്ട് എടുത്താലും വലിയച്ഛനും പറയും ഇതൊക്കെ കാണിക്കുന്നതെന്നൊക്കെ കുറേ വഴക്ക് പറയും. വേറെ പോയി കഴിക്കുമ്പോൾ നമ്മൾ എല്ലാം കണ്ടും തെക്കവണ്ണക്കുടി തേങ്ങ വിട്ടുകയാണെങ്കിൽ ഞാൻ പോണ ദിവസങ്ങളിൽ ഒരു 50 തേങ്ങ ഒരു മൂലയിൽ നിന്ന് കുറയ്ക്കും. ഏത് തേങ്ങ ഇടത്? അത് വേലപ്പെണ്ണ എടുത്തിട്ട് വേലപ്പെണ്ണ തേങ്ങ തിന്നു.